കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകരയിൽ നിന്നും, ടൈർ, സീദോൻ എന്നിവയുടെ പരിസരത്തിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലവർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുത് എന്ന് അവൻ അവർക്ക് കർശനമായി താക്കീത് നൽകി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇത് രണ്ട് വായനകളും പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് എങ്ങനെ ഒരു മാതൃകയിൽ ജീവിക്കാം എന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ആദ്യ വായന പരിശോധിക്കുമ്പോൾ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നൊരു രംഗമുണ്ട്. കാരണം ദാവീദ് രാജാവ് ആ ഒരു പ്രവൃത്തിക്ക് ശേഷം കടന്നു വരുമ്പോൾ സൗൾ രാജാവിന് ആ ഒരു പ്രവൃത്തിയിൽ അസൂയ തോന്നുകയും കൊന്നു തന്നെ കളയാം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലായിരിക്കുമ്പോൾ സൗൾ രാജാവിൻ്റെ മകനായിരുന്ന ജോനാഥൻ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് ഒരു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന് പോലും തൻ്റെ ജീവിതത്തിൽ അസൂയ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ഒരു അസൂയയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവചിന്തയിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു മകൻ പരിശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഓർക്കുക, മാനുഷികമായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുമ്പോഴും അകന്നു പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളിൽ പലപ്പോഴും നമ്മളായിരിക്കുമ്പോഴും എപ്പോഴും തിരിച്ചറിയേണ്ടത് ആ ഒരു ദൈവാശ്രയത്വ ബോധം എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷം പരിശോധിക്കുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്ത് ഈ ഒരു പഴയ നഗരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓരോ നഗരങ്ങളും പരിശോധിക്കുമ്പോഴും ഓരോ ദിക്കുകളിലുള്ള ഓരോ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈശോയുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടും ആ ഒരു പ്രവൃത്തി കൊണ്ടും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ദിക്കുകളിൽ നിന്നുള്ള ആൾക്കാർ ഈശോയിൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവാശ്രയ ബോധത്തോടു കൂടി അല്ലെങ്കിൽ ദൈവത്തിലെ കൈപിടിച്ച് നടക്കുന്ന ഒരു ജനം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോഴും സൗൾ രാജാവിൻ്റെ ആ ഒരു പിന്തുടർന്ന് എത്രയോ പേര് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം. പക്ഷേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദാവീദ് ആ ഒരു സ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദൈവത്തിൽ നയിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ പോലും അസൂയയാലാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചിന്തിക്കേണ്ടത് ഈ ഒരു യാത്രയിൽ ഞാൻ എത്രത്തോളം ദൈവത്തിൽ ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളിലെല്ലാം ആ ഒരു ദൈവിക ചിന്തയിൽ എൻ്റെ മനസ്സും സാക്ഷ്യവും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാനുഷികമായിട്ടുള്ള പല തളർച്ചകളും കുറവുകളും എൻ്റെ ജീവിതത്തിലും സംഭവിക്കാം. പക്ഷേ അവിടെയെല്ലാം ദൈവിക ചിന്തതയോടെ ദൈവത്തിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം. സുവിശേഷത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. കാരണം അത്രയും നാളും പരസ്യജീവിത കാലത്ത് പ്രവാചകൻ സ്വന്തം നാട്ടിൽ പോലും അവഗണിക്കപ്പെട്ട നിമിഷങ്ങൾ ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാർമേഘം മാറി ഒരു പ്രകാശത്തിൻ്റെ നാളുകൾ കടന്നു വരുന്നത് പോലെ ഈശോയുടെ ജീവിതത്തിലേക്ക് എല്ലാവരും കടന്നു വരികയും ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്നുള്ള ഒരു കാര്യം അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രകാശത്തിൻ്റെ നാൾ ഒത്തിരിയേറെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അവരോരോരുത്തരും ആകർഷിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ട മനോഭാവത്തോടു കൂടി അവരോരോരുത്തരും ആയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് ക്രൈസ്തവ സാക്ഷ്യം നമ്മൾ നൽകുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരിയേറെ പേര് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടാം. പക്ഷേ ഈ ഒരു ജീവിതത്തിലും നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിന് പൂർണ്ണമായ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും ദൈവത്തിൽ ഉള്ളൊരു സമ്മാനം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാവൂ. ആ ഒരു പ്രതീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും ആ ഒരു ദൈവം തരുന്ന ആ ഒരു സ്വർഗീയ സമ്മാനത്തിന് മാത്രം
നമ്മുടെ ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ആശ്രയത്തിൽ ഓരോ നിമിഷവുമായിരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം നമ്മളെപ്പോഴും തീരുമാനിക്കണം. ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോഴും അസുഖമായാലാവുന്ന അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൽ അത്രത്തോളം പുറകോട്ട് പോവുകയും വധിക്കണമെന്നുള്ള ബോധത്തിലൊക്കെ സൗൽ രാജാവാകുമ്പോഴും ആ ഒരു ചിന്തയെ ദൈവിക ചിന്തയാക്കി മാറ്റുന്നത് സ്വന്തം മകൻ തന്നെയാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധത്തിൽ എപ്പോഴും ആയിരിക്കാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ പറ്റണമെന്നുള്ള കാര്യം എപ്പോഴും തിരിച്ചറിയുക. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.